നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അയ്യപ്പ സംഗമം നടത്തിയ കരാർ കമ്പനി കൂടുതൽ പണം ചെലവഴിച്ചത് സർക്കാർ നിർദ്ദേശപ്രകാരമെന്ന റിപ്പോർട്ട്. പരിപാടിയുടെ പരസ്യമടക്കമുള്ള മുഴുവൻ തുകയും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മാറ്റുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യമെന്നും അതിനായി ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിക്കുകയായിരുന്നു. 7.11 കോടിയായിരുന്നു ചെലവായത്. സർക്കാരിന്റെ PR പ്രവർത്തനത്തിനായി ക്ഷേത്രത്തിലെ കാണിക്കപ്പണം ഉപയോഗിക്കുകയായിരുന്നു. PS പ്രശാന്ത് അധ്യക്ഷനായ ദേവസ്വം ബോർഡ് നൽകിയ കരാറിൽ പരിപാടിക്കായി ചെലവഴിക്കേണ്ട പരമാവധി തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഇവരുടെ പക്കൽ നിന്നുണ്ടായ അനാസ്ഥയാണ് അയ്യപ്പ സംഗമത്തിലെ പാഴ്ചെലവിന് കാരണമെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയതും ശബരിമല യുവതീ പ്രവേശനവും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിക്ക് കാരണമാകുന്നുവെന്ന് പിണറായി വിജയൻ മുൻകൂട്ടി കണ്ടിരുന്നു. ഇതിനെ മറികടക്കാനായിരുന്നു ദേവസ്വം ബോർഡിനെ പോലും നോക്കുകുത്തിയാക്കി സർക്കാർ നേരിട്ട് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ കരാർ കമ്പനിയായിരുന്ന IIIC കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദേവസ്വം കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു. എസ്റ്റിമേറ്റ് തുകയെ ന്യായീകരിച്ചും ഓഡിറ്റർക്കും ദേവസ്വം ബോർഡിനുമെതിരെ രൂക്ഷ വിമർശനവുമാണ് കത്തിലുണ്ടായിരുന്നത്. ഓഡിറ്റിംഗ് നടത്തിയ സ്ഥാപനം തങ്ങളിൽ നിന്ന് വിവരം തേടിയില്ലെന്നാണ് IIIC പറയുന്നത്. ദേവസ്വം ബോർഡ് ഏകപക്ഷീയമായി കണക്ക് തയ്യാറാക്കി എന്നും കരാർ കമ്പനി പറയുന്നു. എന്നാൽ ബോർഡ് കണക്ക് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ കരാർ കമ്പനി കണക്ക് നൽകിയിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ട് വിവാദമായതോടെ ദേവസ്വം ബോർഡും കരാർ കമ്പനിയും ഓഡിറ്റ് കമ്പനിയും തമ്മിലുണ്ടായ ചർച്ചയിൽ അധിക തുക നൽകാനാവില്ലെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സംസ്ഥാന സർക്കാരും ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. CPM-ഉം നേരിട്ട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുമായി ചർച്ച ചെയ്ത് തുക കുറയ്ക്കാനുള്ള ധാരണയിലായെന്നാണ് റിപ്പോർട്ട്. ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അക്കൗണ്ടിൽ നിന്നും അയ്യപ്പ സംഗമത്തിനായി 5 കോടി രൂപ എടുക്കുകയും ഈ തുക ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയുമായിരുന്നു. ഇതിൽ നിന്നും IIIC-ക്ക് 3 കോടി അഡ്വാൻസായി നൽകിയിരുന്നു. 4.11 കോടി കൂടി നൽകണമെന്ന് IIIC ആവശ്യപ്പെട്ടെങ്കിലും തുകയിൽ കുറവ് വരുത്താൻ CPM നേരിട്ട് ചർച്ച നടത്തി എന്നാണ് പറയുന്നത്. ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് വലിയ പ്രതിസന്ധി CPM-ൽ ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തുക കൊട്ടിഘോഷിച്ച് നടത്തിയ പരിപാടിയിൽ മൊത്തം അബദ്ധപഞ്ചാംഗമായിരുന്നു. ആൾക്കാർ വരാത്ത ഒരു പരിപാടിയിലാണ് വലിയ രീതിയിൽ പ്രചരണം നടത്താൻ വേണ്ടി ഇത്രയും തുക ചെലവഴിച്ചത്. കടമെടുത്ത് ഇത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം തുക ചെലവഴിച്ചത് അഴിമതിയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പിണറായി വിജയന്റെ ഇമേജ് മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തു ചെയ്തു കൂട്ടുന്ന ഇവർ ഇപ്പോൾ പ്രതിരോധത്തിൽ തന്നെ ആയിരിക്കുന്നു.